എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നാന്ന് വിചാരിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ. ഇപ്പൊ ഞാൻ പറയാൻ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിരവധി തവണ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് മുന്നേ വന്നൊരു കോളിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത് വീണ്ടും പറയുന്നത്. ദയവ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. നിങ്ങളിത് കണ്ടിട്ട് എന്തായാലും ഷെയർ ചെയ്യുകയും ചെയ്യണം. കാരണം നിങ്ങളൊരു നായനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അത് മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഇപ്പൊ എന്നെ വിളിച്ച് കോൾ എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്റെ വീട്ടിലൊരു അടുത്തൊരു ഫാമിലി അവർ പൊമറേനെ നായനെ ഉപേക്ഷിക്കാൻ പോവാണ്. അവരതിനെ ആർക്കെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് അവർ വീട് വിറ്റു, അവരിനി കോട്ടേഴ്സിക്ക് മാറാണ്. ദയവ് ചെയ്തിട്ട് ഞാൻ പറയുന്ന കാര്യം, നമ്മളെ വീട്ടിലൊരു നായ ഉണ്ടെങ്കിൽ അത് നമ്മളെ വീട്ടിലൊരു അംഗമാണ്. അവരുടെ മക്കളെ അവർ ഒഴിവാക്കില്ലല്ലോ. അപ്പൊ നമ്മൾ വീട് മാറുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ വീട്ടിലെ മക്കളെ നമ്മൾ ഒഴിവാക്കില്ലല്ലോ. അപ്പൊ നമ്മളെ വീട്ടിലൊരു അംഗമാണ് ആ മിണ്ടാപ്രാണി. അപ്പൊ ആ മിണ്ടാപ്രാണിനെ ചേർത്ത് നിർത്താനുള്ള ഒരു വീടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾ വീട് വാടകയ്ക്ക് താമസിക്കുമ്പോൾ, കോട്ടേഴ്സ് തിരയുമ്പോൾ ഒരു നായനെ നിർത്താൻ പറ്റുന്ന സാഹചര്യമുള്ള ഒരു വീട് തിരയുക. കാരണം അവരെ ഒരു സങ്കട സമയത്ത്, ഒരു ബുദ്ധിമുട്ട് സമയത്ത് അവരെ ഒഴിവാക്കി നമ്മൾ പോവല്ല ചെയ്യുന്നത്, അവരെയും കൂടി നമ്മൾ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സദാസമയത്ത് എപ്പോഴും ഞാൻ വീഡിയോകളായിട്ട് പോസ്റ്റുകളായിട്ട് എഴുതിക്കൊണ്ടേ ഇരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ നായനെ വളർത്തുമ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, നായനെ വളർത്തുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ സാഹചര്യം, നമ്മുടെ ഭാവി സാഹചര്യം, നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം, നമ്മൾ ഗൾഫിലേക്ക് പോണതാണോ അല്ല നമ്മൾ നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണോ, അപ്പോഴത്തെ ഒരു സന്തോഷത്തിനോ സമാധാനത്തിനോ ടൈം പാസിനും വേണ്ടി വളർത്തേണ്ടതല്ല. അതൊരു ജീവനാണ്, ഒരു മിണ്ടാപ്രാണിയാണ്. കൊറോണ സമയത്ത് നമ്മുടെ സ്വന്തം ടൈം പാസിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്ട്രെസ് തീർക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ നേരം പോക്കിന് വേണ്ടിയിട്ട്, അപ്പോഴത്തെ സന്തോഷം ഫാമിലി കൂടെ സന്തോഷിച്ചുകൊണ്ട് ഒരു നായനെ മേടിക്കുന്നു. കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈം പാസിന് വേണ്ടി മാത്രം നായകളെ മേടിച്ചത്, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് ലാബ്രഡോർ നായയാണ്. ഇന്ന് അന്നത്തെ 95% നായകൾ ലാബ്രഡോറാണ് ഈ അതിനുശേഷം വർഷങ്ങളായിട്ട് ഇവിടെ തെരുവിൽ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് വളർത്താനുള്ളതല്ല നായ എന്ന് പറഞ്ഞത്. നിങ്ങൾ വീട് മാറുമ്പോഴോ, നിങ്ങൾക്ക് കല്യാണം വരുമ്പോഴോ, നിങ്ങൾ ഗൾഫ് പോകുമ്പോഴോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതൊരു മിണ്ടാപ്രാണിയാണ്. നമ്മുടെ ബൈക്കോ, നമ്മുടെ മറ്റുള്ള മറ്റു വാഹനങ്ങളോ, ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതുപോലെ ചേഞ്ച് ചെയ്യാനോ ഒഴിവാക്കാനും പറ്റുന്നതല്ല. അപ്പൊ നമ്മുടെ ഒരു ആവശ്യ സമയത്ത്, നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ അവരെ ചേർത്ത് നിർത്താൻ നോക്കുക. ഇതിനൊന്നും പറ്റില്ല എങ്കിൽ നമ്മൾ നായനെ വളർത്തുന്നതിന്റെ മുന്നേ ആലോചിക്കുക. അതൊരു കൂട്ടായ തീരുമാനം. ഒരു നായനെ വളർത്തുമ്പോൾ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് തീരുമാനം എടുക്കുന്നത്. നായനെ മേടിച്ചാൽ, കാരണം വീട്ടിലെ സ്ത്രീകൾക്ക് ചിലപ്പോൾ താല്പര്യമല്ല, അവർ ജോലിക്കാരാവും, വീട്ടിലെ അച്ഛൻ ജോലിക്കാർ, അമ്മ ജോലി, മക്കൾ ജോലി. അപ്പൊ ഇതൊക്കെ നമ്മൾ അങ്ങനെ അവരോടൊക്കെ ഒരു തീരുമാനിച്ചിട്ട്, ഒരു ആലോചിച്ചിട്ട് വേണം ഒരു നായനെ വളർത്താൻ. ഭാവിയിൽ നമ്മൾ വീട് മാറേണ്ട അവസ്ഥ ഉണ്ടാവോ, അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും നമ്മൾ യാത്ര ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ, അപ്പൊ നമുക്ക് ഇതിനെ കെയർ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം ഒരു നായനെ വളർത്താൻ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവരുടെ സന്തോഷത്തിനും അപ്പുറത്തെ ഒരു കൗതുകത്തിനും വേണ്ടിയിട്ട് താഴത്തും വെക്കുക, തറയിലും വെക്കാതെ മറ്റുള്ളവരുടെ വീട്ടിൽ വളർത്തുന്ന നായകളെയും കണ്ടിട്ട് ആ ഒരു ഇത് നോക്കി വളർത്തിയിട്ട് പിന്നീട് ഒരു അവസരം വരുമ്പോൾ, അയ്യോ ഞങ്ങൾക്ക് ഇതിനെ നോക്കാൻ വയ്യ, ഞങ്ങൾ വീട് വിറ്റു, ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ്, ദയവ് ചെയ്തിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ താമസിക്കുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നാന്ന് വിചാരിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ. ഇപ്പൊ ഞാൻ പറയാൻ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിരവധി തവണ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് മുന്നേ വന്നൊരു കോളിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത് വീണ്ടും പറയുന്നത്. ദയവ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. നിങ്ങളിത് കണ്ടിട്ട് എന്തായാലും ഷെയർ ചെയ്യുകയും ചെയ്യണം. കാരണം നിങ്ങളൊരു നായനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അത് മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഇപ്പൊ എന്നെ വിളിച്ച് കോൾ എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്റെ വീട്ടിലൊരു അടുത്തൊരു ഫാമിലി അവർ പൊമറേനെ നായനെ ഉപേക്ഷിക്കാൻ പോവാണ്. അവരതിനെ ആർക്കെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് അവർ വീട് വിറ്റു, അവരിനി കോട്ടേഴ്സിക്ക് മാറാണ്. ദയവ് ചെയ്തിട്ട് ഞാൻ പറയുന്ന കാര്യം, നമ്മളെ വീട്ടിലൊരു നായ ഉണ്ടെങ്കിൽ അത് നമ്മളെ വീട്ടിലൊരു അംഗമാണ്. അവരുടെ മക്കളെ അവർ ഒഴിവാക്കില്ലല്ലോ. അപ്പൊ നമ്മൾ വീട് മാറുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ വീട്ടിലെ മക്കളെ നമ്മൾ ഒഴിവാക്കില്ലല്ലോ. അപ്പൊ നമ്മളെ വീട്ടിലൊരു അംഗമാണ് ആ മിണ്ടാപ്രാണി. അപ്പൊ ആ മിണ്ടാപ്രാണിനെ ചേർത്ത് നിർത്താനുള്ള ഒരു വീടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾ വീട് വാടകയ്ക്ക് താമസിക്കുമ്പോൾ, കോട്ടേഴ്സ് തിരയുമ്പോൾ ഒരു നായനെ നിർത്താൻ പറ്റുന്ന സാഹചര്യമുള്ള ഒരു വീട് തിരയുക. കാരണം അവരെ ഒരു സങ്കട സമയത്ത്, ഒരു ബുദ്ധിമുട്ട് സമയത്ത് അവരെ ഒഴിവാക്കി നമ്മൾ പോവല്ല ചെയ്യുന്നത്, അവരെയും കൂടി നമ്മൾ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സദാസമയത്ത് എപ്പോഴും ഞാൻ വീഡിയോകളായിട്ട് പോസ്റ്റുകളായിട്ട് എഴുതിക്കൊണ്ടേ ഇരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ നായനെ വളർത്തുമ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, നായനെ വളർത്തുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ സാഹചര്യം, നമ്മുടെ ഭാവി സാഹചര്യം, നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം, നമ്മൾ ഗൾഫിലേക്ക് പോണതാണോ അല്ല നമ്മൾ നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണോ, അപ്പോഴത്തെ ഒരു സന്തോഷത്തിനോ സമാധാനത്തിനോ ടൈം പാസിനും വേണ്ടി വളർത്തേണ്ടതല്ല. അതൊരു ജീവനാണ്, ഒരു മിണ്ടാപ്രാണിയാണ്. കൊറോണ സമയത്ത് നമ്മുടെ സ്വന്തം ടൈം പാസിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്ട്രെസ് തീർക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ നേരം പോക്കിന് വേണ്ടിയിട്ട്, അപ്പോഴത്തെ സന്തോഷം ഫാമിലി കൂടെ സന്തോഷിച്ചുകൊണ്ട് ഒരു നായനെ മേടിക്കുന്നു. കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈം പാസിന് വേണ്ടി മാത്രം നായകളെ മേടിച്ചത്, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് ലാബ്രഡോർ നായയാണ്. ഇന്ന് അന്നത്തെ 95% നായകൾ ലാബ്രഡോറാണ് ഈ അതിനുശേഷം വർഷങ്ങളായിട്ട് ഇവിടെ തെരുവിൽ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് വളർത്താനുള്ളതല്ല നായ എന്ന് പറഞ്ഞത്. നിങ്ങൾ വീട് മാറുമ്പോഴോ, നിങ്ങൾക്ക് കല്യാണം വരുമ്പോഴോ, നിങ്ങൾ ഗൾഫ് പോകുമ്പോഴോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല.
അതൊരു മിണ്ടാപ്രാണിയാണ്. നമ്മുടെ ബൈക്കോ നമ്മുടെ മറ്റുള്ള മറ്റു വാഹനങ്ങളോ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതുപോലെ ചേഞ്ച് ചെയ്യാനും ഒഴിവാക്കാനും പറ്റുന്നതല്ല. അപ്പൊ നമ്മുടെ ഒരു ആവശ്യ സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ അവരെ ചേർത്ത് നിർത്താൻ നോക്കുക. ഇതിനൊന്നും പറ്റില്ല എങ്കിൽ നമ്മൾ നായനെ വളർത്തുന്നതിന്റെ മുന്നേ ആലോചിക്കുക. അതൊരു കൂട്ടായ തീരുമാനം. ഒരു നായനെ വളർത്തുമ്പോൾ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് തീരുമാനം എടുക്കുന്നത്. നായനെ മേടിച്ചാൽ കാരണം വീട്ടിലെ സ്ത്രീകൾക്ക് ചിലപ്പോൾ താല്പര്യമില്ല, അവർ ജോലിക്കാരാവും, വീട്ടിലെ അച്ഛൻ ജോലിക്കാർ, അമ്മ ജോലി, മക്കൾ ജോലി. അപ്പൊ ഇതൊക്കെ നമ്മൾ അങ്ങനെ അവരോടൊക്കെ ഒരു തീരുമാനിച്ചിട്ട് ഒരു ആലോചിച്ചിട്ട് വേണം ഒരു നായനെ വളർത്താൻ. ഭാവിയിൽ നമ്മൾ വീട് മാറേണ്ട അവസ്ഥ ഉണ്ടാവോ, അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും നമ്മൾ യാത്ര ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ, അപ്പൊ നമുക്ക് ഇതിനെ കെയർ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം ഒരു നായനെ വളർത്താൻ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവരുടെ സന്തോഷത്തിനും അപ്പുറത്തെ ഒരു കൗതുകത്തിനും വേണ്ടിയിട്ട് താഴത്തും വെക്കുക തറയിലും വെക്കാതെ മറ്റുള്ളവരുടെ വീട്ടിൽ വളർത്തുന്ന നായകളെയും കണ്ടിട്ട് ആ ഒരു ഇത് നോക്കി വളർത്തിയിട്ട് പിന്നീട് ഒരു അവസരം വരുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് ഇതിനെ നോക്കാൻ വയ്യ, ഞങ്ങൾ വീട് വിറ്റു, ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ്, ദയവേദിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ താമസിക്കുന്നതെങ്കിൽ ദയവേദിട്ട് നിങ്ങൾ